ഹായ്, ഇന്ന് ലഞ്ച് ബോക്സ് സ്പെഷ്യലായിട്ടുള്ള ഒരു ഗ്രീൻ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ തലേദിവസം ചോറ് ബാക്കി വന്നാലും ഇതുപോലൊരു റൈസ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ 2 പേർക്കുള്ള അളവിലേക്ക് 4 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസാണ് ഇതിന് കുറച്ച് കൂടുതൽ നല്ലത്. എന്നാലും ഏത് റൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം പാനിലേക്ക് 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണയും 1/2 ടീസ്പൂണ് നെയ്യും ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ മുഴുവനോടെയുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൽ മെയിനായിട്ട് വേണ്ടത് 2 കഷ്ണം പട്ടയും 3 ഗ്രാമ്പു, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് നല്ല ജീരകമാണ്. ബാക്കി ഏലക്ക, തക്കോലം, ജാതിപത്രി ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആ ഒരു ഫ്ലേവറിന് നല്ലതായിരിക്കും. ഗരം മസാല എണ്ണയിൽ ചൂടാകുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇതൊക്കെ ഒന്ന് റോസ്റ്റായി കളറ് മാറി തുടങ്ങുമ്പോൾ സവാള ചേർക്കണം. വളരെ ചെറിയ ഒരു സവാള അരിഞ്ഞെടുത്തതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ചേർക്കാം കേട്ടോ. കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ബീൻസ് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. അളവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ കുറച്ച് വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു ഗ്രീൻ പേസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അളവിലൊക്കെ എടുത്താൽ മതി. അതുപോലെ പുതിന ഇലയും ചേർക്കാം. പിന്നെ 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് ചേർക്കാം. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് 3 ചെറിയുള്ളിയും കൂടെ ചേർക്കാം. അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗ്രീൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പില്ലാതെ വേവിച്ച ചോറാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. ഈ കൂട്ട് 2-3 മിനിറ്റ് നേരത്തേക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ആദ്യം മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ കൂട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാതും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. 4 കപ്പ് ചോറ് ചേർക്കുന്നുണ്ട്. ചോറും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഈ മിക്സ് ചെയ്യുമ്പോൾ ചേർക്കാം കേട്ടോ. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്